ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻ കറിയാണ്. അതിനായിട്ട് ഞാനൊരു 3 മഞ്ഞ പാര എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇപ്പം ഇതേ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതിൻ്റെ മുകളിലുള്ള തോല് ഉരിച്ചെടുത്തിട്ടുണ്ട്. ചിലർക്ക് തോലിരിക്കുന്നതായിരിക്കും ഇഷ്ടം. പിന്നെ നല്ല ഉപ്പിട്ടാണ് കഴുകിയിരിക്കുന്നത്. ഉപ്പിട്ട് കഴുകിയിരുന്നാലേ അതിൻ്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ ഒന്ന് പോയി മീൻ നല്ല ഫ്രഷ് ആവുള്ളൂ. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ ചില തുടക്കക്കാർ പിള്ളേരൊക്കെ കാണുമല്ലോ, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ അടുത്ത് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി, നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, അതും ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തത്, ചുമന്നുള്ളി, അതും ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഒരു തക്കാളി, കുടംപുളിയാണ് ഈ മീൻ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കുടംപുളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സാധാരണ പുളി ഇട്ടിരിക്കുന്നത്. ഇതിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുടംപുളി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ പെപ്പർ പൊടി, അത് ഞാൻ 1 സ്പൂൺ മതിയല്ലോ, അതുകൊണ്ട് അത് എടുത്തു വെച്ചു. മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു 1/2 ടീസ്പൂൺ എടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരുന്ന തക്കാളി, അതിന് ഞാൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തു. അതിലോട്ടിട്ട് ആ തക്കാളി ഒന്ന് വതക്കി എടുക്കണം. വതക്കി എടുത്തിട്ട് ആ തക്കാളിയും ഈ പൊടി വകകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലൊന്ന് അരയ്ക്കുമ്പോഴേ ആ കറിക്കൊരു ആ ഗ്രേവിക്കൊരു നല്ല കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ തക്കാളി നമ്മളൊന്ന് നല്ല വതക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വതങ്ങിയിട്ടുണ്ട്. ഇത്രയും വതങ്ങിയാൽ മതി. ഇത് കൂടുതലായി പോയാൽ അടി പിടിച്ചു പോകും. ഞാനിപ്പോൾ വതക്കിയ തക്കാളി മിക്സിയുടെ ജാറിലോട്ടിട്ടു. പിന്നെ അതിന് ആവശ്യമുള്ള മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇടണം. എന്താണെന്ന് വെച്ചാൽ ഇത് മുളകിട്ട മീൻ കറി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പം ഒരു എരി അത് മുളകിൽ പിടിച്ചോളും. 1, 2, 3, 4 സ്പൂൺ ആവശ്യം വരും ഇത്രയും മീനിന്. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന പെപ്പർ പൊടി അതുപോലെ ഇടുക. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഉലുവാപ്പൊടി ഒരുപാട് കൂടിയാൽ കഴിക്കും. ഇത്രയും മതി, ഇത്രയും ഉലുവാപ്പൊടി. ഇത്രയും ഇട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റാക്കി എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ആ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, ഞാനിപ്പം ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് ആ ചട്ടിയിൽ തന്നെ എല്ലാം അങ്ങ് വതക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് മീൻ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൈയിങ് പാനിലോ ചീനച്ചട്ടിയിലോ ഏതിലെങ്കിലും വതക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പം ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചിയിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും ഈ വെളുത്തുള്ളിയുടെയും പച്ച മണം നന്നായിട്ട് മാറണം. അതുകൊണ്ട് ആദ്യം ഇഞ്ചിയിട്ടൊന്ന് കുറച്ചൊന്ന് ഇളക്കണം. അത്യാവശ്യം ഇതൊന്ന് വതങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തതായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഇടാം. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് അത് രണ്ടും ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വതക്കിയതിന് ശേഷമേ ബാക്കി സാധനങ്ങൾ ഇടാവുള്ളൂ. ഇതിനെ നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വതക്കിയെടുക്കാം. അപ്പം ഇപ്പോൾ ഇതൊരു അത്യാവശ്യം വതങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചുവന്നുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നത് അങ്ങോട്ടിട്ട് വതക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, ഇത് രണ്ടും. ഓയിൽ ആവശ്യമുണ്ട്, ഇനി ഒഴിക്കേണ്ടി വരും. തീ സിമ്മിൽ വെച്ചേക്കണം, ചൂട് കൂടിപ്പോകരുത്. ഇതിപ്പം അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ട് ഒന്ന് വതങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ
ഇനി നമ്മൾ ഈ കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ ആ തക്കാളിയുടെ പൾപ്പ്, പിന്നെ ആ തക്കാളി വതക്കിയത്, പിന്നെ പൊടികളെല്ലാം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും കൂടെ ചേർത്ത് ഇതൊന്ന് വതക്കണം. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മൊത്തം ഇട്ടിട്ട് കാണിക്കാം. എല്ലാം ഇട്ടു ഞാനതിൽ. തക്കാളി അരച്ച് വെച്ചിരുന്ന പേസ്റ്റ്, പൊടികൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന എല്ലാം ഇട്ടു. കുറച്ചുകൂടെ ഓയിൽ ആവശ്യമായിട്ടുണ്ട്. ഓയിൽ ഒഴിക്കണം കുറച്ചും കൂടെ. നോക്കി ആവശ്യാനുസരണം ഒഴിച്ചാൽ മതി, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് തീ കുറച്ച് വെച്ച് അതൊന്ന് എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി ഒരു നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. വീണ്ടും ഇതെല്ലാം ഇപ്പം നമ്മൾ ആ അരച്ച് വെച്ചിരുന്ന പൊടികളൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ ചെറുതായിട്ട് എണ്ണ തിളങ്ങി വരുന്ന ആ പരുവായിട്ടുണ്ട്. ആ പൊടികളൊക്കെ പച്ചപ്പൊടികളായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ പച്ചമണം മാറണം. അതിനാണ് ഇതുവരെ ഒന്ന് വതക്കിയത്. ഇപ്പോൾ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ പരുവം ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് കുടംപുളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇടണം. അതാണ് ഇതിനോട് ടേസ്റ്റ്. എൻ്റെ അടുത്തിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പുളി ഒഴിച്ചത്. കുടംപുളിയാണ് എല്ലാ മീൻകറിക്കും കുടംപുളി ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ആ പുളിവെള്ളവും അരപ്പും വതക്കിയ ഉള്ളി ഇതെല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന പരുവത്തിൽ ഞാൻ ആവശ്യത്തിന് അതിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ ഉപ്പും, അത് നിങ്ങൾക്കറിയാമല്ലോ എത്ര ഉപ്പ് വേണമെന്ന് വെച്ചാൽ അത്രയും ഉപ്പും ഇട്ടിട്ട് അത് ഈ തിള വന്ന ഈ സമയത്ത് നമ്മൾ ആ മീൻ കഴുകി വെച്ചിരിക്കുന്ന ആ മീൻ കഷണങ്ങൾ ഓരോന്നായിട്ട് അതിനകത്തോട്ട് പറക്കിയിടണം. തിള വന്നതിന് ശേഷമേ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പം മീൻ പൊടിഞ്ഞു പോകും. തിളച്ച് കഴിഞ്ഞിട്ട് മീനിട്ടാൽ മീൻ സേഫായിരിക്കും, പൊടിഞ്ഞു പോകത്തില്ല. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദേ നല്ല ചൂടോടെ തിളയ്ക്കുന്ന നല്ല മണമുള്ള മുളകിട്ട മീൻകറി. ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഹാവ് എ ഗുഡ് ഡേ, ബൈ ബൈ. നമ്മുടെ മീൻകറി ഞാനിവിടെ അടുപ്പിൽ നിന്ന് ഇറക്കി, ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിളയ്ക്കുന്ന നല്ല മണമുള്ള നല്ല മുളകിട്ട മീൻകറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.